ഭർത്താവായ സുധി മരിച്ചതിന് പിന്നാലെ തന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു വ്യക്തിയാണ് രേണു സുധി. ഒരു നേരത്തെ ആഹാരത്തിന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന രേണു അല്ല ഇപ്പോൾ. ഇന്ന് ഒരുപാട് പ്രൊമോഷനുകളും മറ്റു പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രേണു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്തിടെ രേണു ചെയ്തത് വലിയൊരു വിമർശനത്തിന് വഴിവെച്ചിരുന്നു. പല സെലിബ്രിറ്റീസുകളും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ മോഡലാക്കി തങ്ങളുടെ ഫോട്ടോസും ചിത്രങ്ങളും ഒക്കെ കാണണമെങ്കിൽ തീർച്ചയായും മാസം ഇത്ര രൂപ നൽകണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ രേണു സുധിയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രേണു സുധി ആവട്ടെ ഏകദേശം 350 രൂപകൾ അടുപ്പിച്ചാണ് ഒരു മാസത്തേക്ക് ഒരാൾക്ക് തൻ്റെ ചിത്രങ്ങളൊക്കെ കാണണമെങ്കിൽ തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ മോഡ് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിനെ ഒരുപാട് പേരാണ് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. കാരണം രേണുവിൻ്റെയൊക്കെ ചിത്രങ്ങൾ കാണാൻ 350 രൂപ മാസം കൊടുക്കേണ്ട ഗതികേട് ആർക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വരുന്നത്. എന്നാൽ ഇൻഫ്ലുവൻസർ കൂടിയായ അഗാന കൃഷ്ണയെ പോലും കടത്തിവിട്ടിക്കൊണ്ടാണ് ഒരുപാട് പേർ രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ മോഡ് അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. 350 രൂപ എടുത്ത് ഇതിനോടകം തന്നെ 10-200ഓളം പേര് രേണുവിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുമുണ്ട്. ഇതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ഒരുപാട് പേർ രംഗത്ത് വന്നിരുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ തങ്ങളുടെ ചിത്രങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്. തങ്ങളുടെ ചിത്രങ്ങൾ കാണണമെങ്കിൽ, എക്സ്ക്ലൂസീവ് ചിത്രങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായും കാശ് കൊടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.